ഹായ് എവരി വൺ. ട്രൈസോഷ്യൽ ഡിജിറ്റൽ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന സംശയങ്ങൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിനെ കുറിച്ചാണ്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ എങ്ങനെ ലിസ്റ്റ് ചെയ്യാം, ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണ്, ലിസ്റ്റിംഗ് പബ്ലിഷ് ആവുന്നില്ല, റിജക്റ്റ് ആവുന്നു തുടങ്ങിയ സംശയങ്ങളാണ് കൂടുതലായി ഉണ്ടാവുന്നത്. അത്തരം സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യം എന്താണ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എന്നുള്ളത് നമുക്ക് നോക്കാം. OLX ഒക്കെ പോലെ ന്യൂ ഓർ യൂസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങാനും വിൽക്കാനും ഫേസ്ബുക്കിലുള്ള ഒരു ഓപ്ഷനാണ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്. ഇത് ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് നിർബന്ധമായും ഉണ്ടാവണം. ഇനി എങ്ങനെ മാർക്കറ്റ് പ്ലേസിൽ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഫേസ്ബുക്കിൽ മുകളിലായി കാണുന്ന മാർക്കറ്റ് പ്ലേസ് എന്ന ടാബ് ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് ന്യൂ ലിസ്റ്റിംഗ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും: ഐറ്റം ഫോർ സെയിൽ, വെഹിക്കിൾ ഫോർ സെയിൽ ആൻഡ് പ്രോപ്പർട്ടി ഫോർ സെയിൽ ഓർ റെന്റ്. ഇതിൽ നിന്നും ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഡ് ചെയ്യലാണ്. ഒന്നാമതായി ആഡ് ചെയ്യേണ്ടത് ഫോട്ടോസ് ആണ്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഫോട്ടോസ് ആഡ് ചെയ്യുമ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. 1. പ്രൊഡക്ട്സിന്റെ റിയൽ ആയിട്ടുള്ള ഇമേജസ് ഉപയോഗിക്കുക. സ്റ്റോക്ക് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഉപയോഗിക്കാതിരിക്കുക. 2. നല്ല വെളിച്ചമുള്ള പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോസ് എടുക്കാൻ ശ്രദ്ധിക്കുക. 3. ഫ്രണ്ട്, ബാക്ക്, ക്ലോസപ്പ് തുടങ്ങിയ വ്യത്യസ്ത ആംഗിളിൽ നിന്ന് ഫോട്ടോസ് എടുക്കുക. നമുക്ക് ഒരു ലിസ്റ്റിങ്ങിൽ 10 ഫോട്ടോസ് വരെ ആഡ് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റിന്റെ വലിപ്പം മനസ്സിലാക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും റെഫറൻസ് ഉൾപ്പെടുത്താൻ സാധിച്ചാൽ അത് നല്ലതായിരിക്കും. 5. നമ്മൾ എടുത്ത ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ ഫോട്ടോസും സെയിം ഓറിയന്റേഷനിലാണെങ്കിൽ അത് നല്ലതായിരിക്കും. അടുത്തത് ടൈറ്റിലാണ്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടൈറ്റിൽ. സെർച്ച് വിസിബിലിറ്റി, ബയേഴ്സ് ട്രസ്റ്റ്, ക്ലിക്ക് ത്രൂ റേറ്റ് തുടങ്ങിയവയൊക്കെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടൈറ്റിലെയാണ്. അപ്പോൾ ഒരു ടൈറ്റിൽ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ബി ക്ലിയർ ആൻഡ് സ്പെസിഫിക് എന്നുള്ളതാണ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് വ്യക്തമായി കൊടുക്കുക. അതിനു പകരം അമേസിംഗ് ഡീൽസ്, ഗ്രേറ്റ് ഡീൽസ് തുടങ്ങിയ ജനറലായ വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുക. 2. ബയേഴ്സ് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള ബ്രാൻഡ് ഓർ മോഡൽ, സൈസ്, വേരിയൻസ്, കണ്ടീഷൻസ്, അതായത് ന്യൂ ഓർ യൂസ്ഡ് ആണോ എന്നുള്ള ആ ഡീറ്റെയിൽസ് ഒക്കെ പരമാവധി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ബയേഴ്സ് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡ്സ് ഉൾപ്പെടുത്തുന്നതും നല്ലതായിരിക്കും. 4. പ്രൈസ്, കോൺടാക്ട് ഇൻഫോ തുടങ്ങിയ കാര്യങ്ങൾ ടൈറ്റിൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ ലിസ്റ്റിംഗ് റിജക്റ്റ് ചെയ്യാൻ ചിലപ്പം കാരണമാവാം. നമ്മുടെ ടൈറ്റിലിന്റെ ലെങ്ത് 5 to 10 വേർഡ്സിനുള്ളിൽ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് തന്നെ വേർഡ്സിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലൈസ് ചെയ്താൽ മതിയാവും. ഒരു ടൈറ്റിലിന്റെ പെർഫെക്റ്റ് ഫോർമുല എന്നുള്ളത് ബ്രാൻഡ്, മോഡൽ, കീ ഫീച്ചർ, കണ്ടീഷൻ എന്നുള്ളതാണ്. അടുത്തത് പ്രൈസ് ആണ്. ബയേഴ്സ് നെഗോസിയേഷൻ ചെയ്യാനും ബാർഗൻ ചെയ്യാനും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി വേണം പ്രൈസ് ആഡ് ചെയ്യാൻ. അതേപോലെ തന്നെ സിമിലർ ലിസ്റ്റിംഗിന്റെ പ്രൈസുമായി കമ്പയർ ചെയ്യുന്നതും നല്ലതാണ്. അടുത്തത് കാറ്റഗറിയാണ്. ഗിവൺ ലിസ്റ്റിൽ നിന്നും മോസ്റ്റ് ആക്യുറേറ്റ് കാറ്റഗറി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. റോങ് കാറ്റഗറി ചൂസ് ചെയ്യുന്നത് നമ്മുടെ ലിസ്റ്റിംഗ് റിജക്റ്റ് ചെയ്യാൻ ചിലപ്പം കാരണമാവാം. ആനിമൽസ്, പെറ്റ്സ്, അഡൽട്ട് പ്രൊഡക്ട്സ്, വെപ്പൺസ്, ടൊബാക്കോ, ആൽക്കഹോൾ തുടങ്ങിയ പ്രൊഡക്റ്റുകൾ നമുക്ക് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴി വിൽക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് കണ്ടീഷനാണ്. നമ്മുടെ പ്രൊഡക്റ്റ് യൂസ്ഡ് ആണോ ന്യൂ ആണോ എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനായി നമുക്ക് 4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. മോർ ഡീറ്റെയിൽസ് ടാബ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ചൂസ് ചെയ്ത കാറ്റഗറി അനുസരിച്ചാണ് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കുക. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് പരമാവധി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ലൊക്കേഷനാണ്. നമ്മുടെ സ്ഥലമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൊക്കേഷൻ സജഷനായി വരുന്നതാണ്. അതിൽ നിന്ന് നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ലിസ്റ്റിംഗ് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇനി ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നാമതായി നിങ്ങളുടെ ലിസ്റ്റിംഗ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനായി റെലവൻ്റ് ആയിട്ടുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ലിസ്റ്റിംഗ് ഷെയർ ചെയ്യാം. കൂടാതെ ലിസ്റ്റിംഗ് ബൂസ്റ്റ് ചെയ്തും നിങ്ങൾക്ക് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അടുത്തത് നമ്മൾക്ക് വരുന്ന മെസ്സേജസിന് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ബയേഴ്സിന് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിനും നിങ്ങളുടെ ലിസ്റ്റിംഗിന്റെ വിസിബിലിറ്റി കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യും. കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ ചെറിയ എഡിറ്റുകൾ വരുത്തി റിന്യൂ ലിസ്റ്റിംഗ് കൊടുക്കുക. ഇത് സെർച്ച് റിസൾട്ടിന്റെ ടോപ്പിൽ എത്തിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവസാനമായി നിങ്ങളുടെ പ്രൊഡക്റ്റ് സോൾഡ് ആയി കഴിഞ്ഞാൽ മാർക്ക് ആസ് സോൾഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തതായി ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കോമൺ ആയി കാണുന്ന പ്രോബ്ലംസ് എന്താണെന്നും അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. 1. മാർക്കറ്റ് പ്ലേസ് നോട്ട് ഷോയിങ്. ഫസ്റ്റ്, സെറ്റിംഗ്സിൽ ടാബ് ബാറിൽ പോയി കസ്റ്റമൈസ് ദ ബാർ ഓപ്ഷനിൽ മാർക്കറ്റ് പ്ലേസ് ഹൈഡ് അല്ല എന്ന് ഉറപ്പിക്കുക. പുതിയ അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മാർക്കറ്റ് പ്ലേസ് ഹൈഡ് ആവാൻ ചാൻസ് ഉണ്ട്. 2. ലിസ്റ്റിംഗ് റിജക്റ്റഡ് ഓർ റിമൂവ്ഡ്.
പ്രൊഹിബിറ്റഡ് കാറ്റഗറിയിലുള്ള ഐറ്റംസ്, മിസ്ലീഡിംഗ് ടെക്സ്റ്റ്, ലോ ക്വാളിറ്റി ഇമേജസ് തുടങ്ങിയവ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. ഫോട്ടോസും ടൈറ്റിൽസും ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക. 3. ടെമ്പററി ബാൻ ഓർ ബ്ലോക്ക്. ഫ്രീക്വന്റ് ഓർ ഡ്യൂപ്ലിക്കേറ്റ് ആയി ലിസ്റ്റിംഗ് ചെയ്താലാണ് കൂടുതലായും ഇങ്ങനെ വരുന്നത്. പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ ഒരു 24 to 48 hours കഴിഞ്ഞതിന് ശേഷം മാത്രം റീട്രൈ ചെയ്യുക. സെയിം പ്രൊഡക്റ്റ് റിപ്പീറ്റഡായി ആഡ് ചെയ്തതിന് പകരം റിന്യൂ ലിസ്റ്റിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ സജഷൻസ് കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക്